യെസ്, ഗുഡ് ഈവനിങ്. ലക്ഷ്യം കണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വരുന്നു അല്ലേ? നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുത്തു. നമ്മൾ അതിനിടയിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും നമ്മളുടെ സർവേ ഒരു യാത്ര നടത്തി. അതൊരു സ്റ്റണ്ട് ആയിരുന്നു. അതെ, സ്റ്റണ്ട് ആയിരുന്നു. അപ്പോൾ നമ്മൾ സർവേയുടെ കണക്കുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എന്താണ് നമ്മളുടെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് ഈ ദിവസങ്ങളിൽ ഏറെക്കുറെ ബോധ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ വലിയ ഒരു അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമന്ത്രി നാളെ എത്തുന്നു, രാഹുൽ ഗാന്ധി മറ്റന്നാൾ എത്തുന്നു. അപ്പോൾ അങ്ങനെ താരപ്രചാരകരെ കൊണ്ട് നിറയുകയാണ്. കാരണം എന്തുകൊണ്ട് ഇനി 13 ദിവസം മാത്രമാണ് ഈ വിധിയെഴുത്തിന് ബാക്കിയുള്ളത്. അതുകൊണ്ട് അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ഈ താരപ്രചാരകർ എത്തിക്കുക, പ്രചാരണം കൊടുമുടിയിലേക്ക് കയറ്റുക, അങ്ങനെ പരമാവധി വോട്ടുറപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. മറ്റൊരു കാര്യം കൂടി ഉണ്ട് വിജയകുമാർ. കാരണം ഇനി 4 ദിവസം മാത്രമേ ബാക്കിയുള്ള ഈ ഒന്നാം ഘട്ടത്തിൽ വിധി എഴുതുന്ന സംസ്ഥാനങ്ങളിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കാത്തിരുന്ന ഒരുപക്ഷെ വർഷങ്ങളായുള്ള കാത്തിരിപ്പാണല്ലേ. കാരണം ഇതൊരു ഗതി നിർണ്ണയിക്കുന്ന, രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആരായിരിക്കും വീണ്ടും ഭരണത്തിലേറുക എന്നത് നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ വിധിയെഴുത്ത് അതിന് സമയമാകുന്നു. ഇനി 4 ദിവസം കഴിഞ്ഞാൽ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. പിന്നീട് 19-ാം തീയതി ഒന്നാം ഘട്ടത്തിലെ വിധിയെഴുത്താണ്. 21 സംസ്ഥാനങ്ങളിലെ അല്ലെ 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്നത്. രാജ്യം അങ്ങേയറ്റം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ദിവസങ്ങളുടെ മാത്രമേ ദൂരമുള്ളൂ. 6 രാപ്പകലുകൾക്കപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വിധിയെഴുതുകയാണ്. കേരളത്തിലേക്ക് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനിയൊരു 12 ദിവസം കൂടി ബാക്കിയുണ്ട് എന്നതും ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ഹരയും തലയും മുറുക്കി മുന്നണികളെല്ലാം തെരഞ്ഞെടുപ്പ് രംഗമാകെ കൊഴിപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ കേരളത്തിലേക്ക് വരാൻ പോകുന്നു. തിളച്ചു നിറയുന്ന പ്രചാരണത്തിനൊപ്പം എമ്പാടും വാർത്തകളും സംഭവിച്ച ദിവസം കൂടിയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മൾ ആരംഭിക്കുന്നു ഇലക്ഷൻ സ്റ്റണ്ട്. തിളച്ചു മറിയുന്ന ആ വാർത്തയിലേക്കാണ് ആദ്യം. ഇലക്ഷൻ ഹോട്ട്. അപ്പൊ എന്തായിരിക്കും ഇലക്ഷൻ ഹോട്ട് എന്നല്ലേ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലേക്ക് താരപ്രചാരകരുടെ ഒഴുക്ക് നടക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി നാളെ എത്തും. തിങ്കളാഴ്ച തൃശ്ശൂരിലും തിരുവനന്തപുരത്തും BJP സ്ഥാനാർത്ഥികൾക്കൊപ്പം മോദി ഉണ്ടാകും. അവർക്ക് വേണ്ടി വോട്ട് തേടും. രാഹുൽ ഗാന്ധി മറ്റന്നാൾ മുതൽ കേരളത്തിൽ പ്രചാരണം നയിക്കും. ബൂത്തിലേക്ക് അടുക്കും തോറും പ്രചാരണ വിഷയങ്ങളും മാറി മറിയുകയാണ് കേരളത്തിൽ. പൗരത്വ നിയമം മുതൽ കേരള സ്റ്റോറി വരെ ചർച്ചകളിൽ നിറയുന്നു. ED നീക്കങ്ങളും ഇലക്ട്രൽ ബോണ്ടും പ്രസംഗവേദികളെ ത്രസിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ തിളച്ചു മറിയുന്ന പ്രചാരണ രംഗത്തെക്കുറിച്ചാണ് ആദ്യം. പൂരപ്പറമ്പാണ്. പതികാലത്തിൽ തുടങ്ങി കൊട്ടിക്കയറുന്ന മേളമാണ് തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ പ്രചാരണ വിഷയങ്ങൾ മാറി മറിയുന്നു. ചില പാർട്ടികളിൽ നേതാക്കൾ കൂടുവിട്ട് കൂടുമാറുന്നു. പ്രചാരണ രംഗത്ത് ദേശീയ നേതാക്കൾ നിറയുന്നു. ചുരുക്കത്തിൽ സർവത്ര ജഗപുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ആദ്യം കളം നിറഞ്ഞത് ഇടതുമുന്നണി. വൈകാതെ UDFും NDAയും ഒപ്പമെത്തി. ഇപ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടുമായി LDF തുടക്കത്തിൽ മേൽക്കൈ നേടി. വൈകാതെ കോൺഗ്രസും മുസ്ലിം ലീഗും ഉറച്ച പ്രതികരണവുമായി രംഗത്തെത്തി. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് പ്രചാരണ രംഗത്തും പ്രതിഫലിച്ചു. കാശിറക്കിയുള്ള പ്രചാരണത്തിനും മാന്ദ്യം നേരിട്ടു. പണത്തിനായി കോൺഗ്രസ് നേതാക്കൾ ബക്കറ്റ് പിരിവുമായി ഇറങ്ങിയതിനും പ്രചാരണ രംഗം സാക്ഷ്യം വഹിച്ചു. പിരിവ് ഒരു ദിവസമേ നീണ്ടുള്ളൂ. ബക്കറ്റ് പിരിവ് വശമില്ലാത്ത കോൺഗ്രസുകാർ ഒറ്റ ദിവസത്തോടെ ആ പരിപാടി അവസാനിപ്പിച്ചു. ആദായ നികുതി വകുപ്പ് നടപടി കോടതി മരവിപ്പിച്ചതോടെ കോൺഗ്രസിന്റെ ദുരിതകാലം നീങ്ങി. കേരളത്തിലേക്കുള്ള AICC ഫണ്ട് ഉടനെത്തും. അടുത്ത പ്രഹരം CPIMനായിരുന്നു. തൃശൂരിലെ CPIMന്റെ 2 അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു. പണമെടുക്കാനാവാതെ CPIM വലഞ്ഞു. മാത്രമല്ല, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുഖ്യ ചർച്ചയുമായി. CPIM നേതാക്കളെ ED ഇടയ്ക്കിടെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വിഷയങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നതിനിടെ വന്യജീവി ആക്രമണങ്ങളും ചർച്ചയായി. ഇതിനിടെയാണ് കേരള സ്റ്റോറി വിവാദമെത്തിയത്. ലവ് ജിഹാദ് ആരോപണം നിറഞ്ഞ കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യാനുള്ള തീരുമാനത്തിനെതിരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു. ഇടുക്കി ഉൾപ്പെടെ ഏതാനും കത്തോലിക്ക രൂപതകളും സിനിമയെ പിന്തുണച്ചു.
വിവാദം കത്തിപ്പടർന്നതോടെ സിനിമാ പ്രദർശനത്തിൽ നിന്ന് സഭ പിന്മാറി. ചില യൂണിറ്റുകളിലൊക്കെ പ്രദർശനം നടക്കുന്നുണ്ട്. ചില യൂണിറ്റുകളിലൊക്കെ ഇൻഡിവിജ്വലി അവിടെ യൂണിറ്റ് എടുക്കുന്ന ഡിസിഷനാണ്. നമ്മളൊരു പൊതു നിർദ്ദേശം കൊടുക്കുന്നില്ല എന്തായാലും. ഇപ്പം അത് വേറെ തരത്തിലേക്ക് അത് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഇലക്ഷൻ കമ്മിറ്റിന്റെ ചെക്കപ്പ് ഉണ്ടാവുള്ളൂ എന്തായാലും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബോംബ് പോലെ കേരള സ്റ്റോറി വിവാദം പൊട്ടിവീണപ്പോൾ കണ്ണൂരിലെ പാനൂരിൽ പൊട്ടിയത് യഥാർത്ഥ ബോംബ്. ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരെ CPIM തള്ളിപ്പറഞ്ഞെങ്കിലും പ്രതികളുടെ പാർട്ടി ബന്ധം CPIMന് വിനയായി. പിന്നീട് വന്ന തെളിവുകൾ CPIMനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു. അത് CPIMന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ അവരറിവോടെ തന്നെയാണ് നടക്കുന്നത്. രണ്ട്, ഇതങ്ങനെ പ്രാദേശിക തലത്തിൽ എടുക്കാൻ കഴിയാവുന്ന ഒരു തീരുമാനമല്ല. പടക്കമൊന്നുമല്ലല്ലോ, ബോംബല്ലേ. അതുണ്ടാക്കുന്നതിൻ്റെ റിസ്ക് ഇൻവോൾവ് ആണ്. അതുണ്ടാക്കുന്നതിൻ്റെ ഒരു എക്സ്പേർട്ട് ടീം വേണം, അതിന് നോഹവ് വേണം. അപ്പോൾ അതൊക്കെ അറിയാവുന്ന ആളുകളെ ഒരു നിർദ്ദേശം കൊടുത്തുണ്ടാക്കിച്ചതാണെന്ന് ആർക്കാ അറിയാത്തത്. ബോംബ് വിവാദത്തിനിടെയാണ് സ്ഥലപ്പേരുമാറ്റ വിവാദം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറഞ്ഞത്. സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റണമെന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടത് വയനാട്ടിലെ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. ആ സ്ഥലത്തിന്റെ പേര് ഗണപതിവട്ടം എന്നായിരുന്നു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാണ് UDFും LDFും ടിപ്പു സുൽത്താന്റെ പിന്നാലെ പോകുന്നത്? ടിപ്പു സുൽത്താൻ മലയാളികൾക്ക്, കേരളീയർക്ക് വേണ്ടപ്പെട്ട ആളാണോ? ജയിക്കാനും സാധ്യതയില്ല, മാറ്റാനും സാധ്യതയില്ല. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിഷയങ്ങൾ മാറിമറിയുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ദേശീയ നേതാക്കളും വരികയാണ്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും. വൈകിട്ട് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി മറ്റന്നാൾ റാലികളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മറ്റന്നാൾ വീണ്ടും വയനാട് മണ്ഡലത്തിലെത്തും. ഇലക്ഷൻ ഡെസ്ക് 24. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്താണ് തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ ഉണ്ടായത് എന്നത് ആ ഒറ്റ സ്റ്റോറിയിലൂടെ അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്രമാത്രം പ്രചാരണ വിഷയങ്ങൾ മാറി മറിഞ്ഞ ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ, പുതിയ വാക്പോരുകൾ, അതിലുണ്ടാവുന്ന വിവാദങ്ങൾ, അതെല്ലാം എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. അതെ, ഇതിപ്പോൾ വ്യത്യസ്ത വിഷയങ്ങൾ, രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഉള്ള വിഷയങ്ങൾ, ഇപ്പോൾ സ്ഥലത്തിന്റെ പേരുമാറ്റം, അത്തരം ചർച്ചകളൊക്കെ സാധാരണ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാറുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ അതും നടക്കുന്നുണ്ട്. ചലച്ചിത്രം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നു. അത് ഒരു സിനിമയുടെ പേരിലാണെങ്കിലും അത് ഒരു വിഷയമാകുന്നു. മണിപ്പൂർ സിനിമ കാണിച്ച് അല്ലെങ്കിൽ ഡോക്യുമെന്ററി കാണിച്ചതിന് മറുപടി പറയുന്നു. അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അത്തരം കാലത്തിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഈ ബോംബ് രാഷ്ട്രീയം, ബോംബ് നിർമ്മാണം, അതിലെ സ്ഫോടനം, ഒരാൾ കൊല്ലപ്പെടുന്നത് ഒക്കെ ഈ ചർച്ചയാക്കുന്നുണ്ട് പല മണ്ഡലങ്ങളിലും. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇത് സംഭവിക്കുന്നത് അപൂർവമായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. ശരിയാണ്. അപ്പോൾ അത്തരം പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുക എന്നത് കാത്തിരിക്കാനുള്ള സമയമാണ്. ഇനി ഏതാണ് 13 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയെഴുത്തുണ്ടാകും. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടാ നമ്മൾ പോകുന്നത് നമ്മളുടെ പതിവ് സെഗ്മെന്റ് കണ്ടതും കേട്ടതും. അപ്പോൾ നമ്മൾ നേരെ ഡൽഹിക്ക് പിടിക്കുന്നു. ന്യൂഡൽഹി പാർലമെന്റ് മണ്ഡലം VIP വോട്ടുകൾ കൊണ്ട് മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ നിലപാട് കൊണ്ടും അവിടെ വലിയ ചർച്ചകൾ നടക്കുന്നു. ചർച്ചാ കേന്ദ്രം തന്നെയാണ് ന്യൂഡൽഹി എന്ന് പറയുന്ന മണ്ഡലം. ഇത്തവണ കോൺഗ്രസും CPIMും CPIയും ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിന്റെ പിന്തുണ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സോംനാഥ് ഭാരതിക്കാണ്. അന്തരിച്ച നേതാവ് സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജാണ് ന്യൂഡൽഹിയിൽ BJPയെ നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ വയനാട്ടിൽ നേരിടുന്ന ആനി രാജയും ന്യൂഡൽഹിയിലെത്തി ചൂലടയാളത്തിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വേദികളിലും ചർച്ചകളിലും CPMകാർക്കെതിരെ കോൺഗ്രസുകാർ സ്ഥിരം തൊടുക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഡൽഹിയിൽ CPMന്റെ കേന്ദ്ര നേതാക്കൾ ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുമെന്ന്. എന്നാൽ ഇത്തവണ ആ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ കോൺഗ്രസുകാർ പരിങ്ങലാകും. കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയും 10 ജൻപത്തിലെ താമസക്കാരിയുമായ സോണിയാഗാന്ധി നിർമ്മാൺ ഭവനിലെ പോളിംഗ് ബൂത്തിൽ ഇത്തവണ വോട്ട് ചെയ്യാനെത്തുമ്പോൾ EVMൽ കൈപ്പത്തി ചിഹ്നം ഉണ്ടാകില്ല. സുജേത കൃപലാനി, അടൽ ബിഹാരി വാജ്പേയി, ലാൽ കൃഷ്ണ അദ്വാനി, KC പന്ത് തുടങ്ങി ഒട്ടേറെ മഹാരഥന്മാർ മത്സരിച്ച മണ്ഡലമാണ് ന്യൂഡൽഹി. ഇത്തവണ ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് ധാരണയുടെ ഭാഗമായി ന്യൂഡൽഹി മണ്ഡലം ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്കാണ്. സ്ഥാനാർത്ഥി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സോംനാഥ് ഭാരതി. BJP സ്ഥാനാർത്ഥി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ്.
കോൺഗ്രസ് മുൻ അധ്യക്ഷയും 10 ജൻപദിലെ താമസക്കാരിയുമായ സോണിയാഗാന്ധി ഇത്തവണ നിർമ്മാൺ ഭവനിൽ വോട്ട് ചെയ്യാനെത്തുമ്പോൾ EVM-ൽ കൈപ്പത്തി ചിഹ്നമുണ്ടാകില്ല. അയോഗ്യതയെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട് 10 ജൻപദിൽ തന്നെ കഴിയുന്ന രാഹുൽ ഗാന്ധിക്കും വോട്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ തന്നെ. കർണാടക കൽബുർഗിയിലെ വോട്ടറായ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഇത്തവണയും ഭാഗ്യമുണ്ടാകും. CPIM പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, തപൻ സെൻ എന്നിവർക്കും വോട്ട് ന്യൂഡൽഹിയിലാണ്. സഖ്യധാരണ പ്രകാരം ചൂലടയാളത്തിൽ വോട്ട് ചെയ്യേണ്ടിവരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ CPIM ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചിരുന്നു എന്നതിനാൽ അവർക്കതിൽ പുതുമയില്ല. വസന്ത് കുഞ്ചിലെ താമസക്കാരനായ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് സൗത്ത് ഡൽഹി മണ്ഡലത്തിലാണ് വോട്ട്. അവിടെ ആം ആദ്മിയുടെ സഹിറാൻ പെഹൽവാനാണ് സഖ്യസ്ഥാനാർത്ഥി. CPI ജനറൽ സെക്രട്ടറി D രാജയും ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടറാണ്. വയനാട് മണ്ഡലത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രാഹുൽ ഗാന്ധിയും ആനി രാജയും കേരളത്തിലെ പോരാട്ടം പൂർത്തിയായ ശേഷം മെയ് 25-ന് ന്യൂഡൽഹിയിൽ ഒരേ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വരി നിൽക്കും എന്നതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. വയനാട്ടിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും ആനി രാജയും കേരളത്തിലെ പോരാട്ടം പൂർത്തിയാക്കി ഡൽഹിയിൽ മടങ്ങിയെത്തുമ്പോൾ പ്രചരണത്തിനിറങ്ങാൻ തീരുമാനിച്ചാൽ മുന്നണി മര്യാദയുടെ പേരിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇരുവരും വോട്ട് പിടിക്കുക ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാകും. രണ്ടുപേരും വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുക ഈ നിർമ്മാൺ ഭവനിന് മുന്നിലായിരിക്കും എന്നുമാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. അങ്ങനെ ഒരു രാഷ്ട്രീയ കൗതുകം മുമ്പ് എപ്പോഴും ഓർമ്മയുണ്ടോ വിജയകുമാർ? ഇങ്ങനെ അതായത് രണ്ടുപേർ എതിരായി നിൽക്കുന്നു, മത്സരിക്കുന്നു വയനാട്ടിൽ. ഇപ്പൊ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി എന്നിട്ട് നേരെ പോകുന്നു, രണ്ടുപേരും വോട്ട് ചെയ്യുന്നത് ഒരു സ്ഥാനാർത്ഥിക്കായിരിക്കും. അത് ന്യൂഡൽഹിയിൽ സാധാരണ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കാറുണ്ട്. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒക്കെ വോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. CPIക്കും എതിരെ എപ്പോഴും അവിടെ ഒരു പരിഹാസം എന്ന മട്ടിൽ നിങ്ങളൊക്കെ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, CPM നേതാക്കൾ ന്യൂഡൽഹിയിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചോദ്യം കോൺഗ്രസ്സുകാർ ചോദിക്കാറുണ്ട്. ഇത്തവണ പക്ഷേ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല, കോൺഗ്രസ് ഇല്ല. അവരുടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥി ആം ആദ്മി പാർട്ടി അവരുടെ ചൂൽ ചിഹ്നത്തിൽ വോട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു അങ്ങനെ ആ സമയത്തൊക്കെ ആർക്കാണ് CPM വോട്ട് ചെയ്തത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവർ പരസ്യമാണല്ലോ, വോട്ട് ചോദിക്കും. എനിക്ക് തോന്നുന്നു ആ മണ്ഡലം ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. കാരണം ഇത്തവണ മത്സരിക്കുന്നത് BJPയുടെ നമുക്ക് സുഷമ സ്വരാജിന്റെ മകളാണ് ബാൻശ്രീ സ്വരാജ്. എനിക്ക് എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാട് അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശക്തമായ പോരാട്ടം അവിടെ ന്യൂഡൽഹിയിൽ ഇത്തവണ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്, അല്ലേ? അതെ, രണ്ട് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും വോട്ടുകൾ അവിടെ ഒരുമിക്കുകയാണല്ലോ. അപ്പോൾ അതിന്റെ അതേത് തരത്തിൽ റിഫ്ലക്ട് ചെയ്യുമെന്നൊക്കെ നോക്കേണ്ടതുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റ് ഒക്കെ വലിയ ചർച്ചയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ വിജയകുമാർ, നാട്ടിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ. പ്രിയയാണ് കോട്ടയത്ത് നിന്ന്. കോട്ടയം നല്ല ഇടിയും മിന്നലും ഉണ്ട്, പക്ഷെ മഴയില്ല എന്ന് പറയുന്നു. ആണല്ലേ? കോട്ടയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു കോട്ടയത്ത്. ഇടിയും മിന്നലും കഴിഞ്ഞ് മഴ വരും, ആ പ്രതീക്ഷയാണ്. അതുപോലെ ദിനേശ് ഹരിപ്പാട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്ഥിരം നമ്മുടെ ഗുഡ് ഈവനിങ് വിജയേട്ട. വിജയേട്ടനാണ് കേട്ടോ, ഞാനില്ല പക്ഷെ ഉണ്ട് കേട്ടോ. വിജയേട്ടൻ നമ്മുടെ മേഘപാളിയും പളുങ്കമണിയും ഒക്കെ നമ്മുടെ പ്രജിനെക്കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. വിജയേട്ടനെ പോലെ പുള്ളിയും വൈറലാകട്ടെ എന്നൊരു സന്ദേശമാണ് അദ്ദേഹത്തിന് നൽകാനുള്ളത്. ഞാനത് കണ്ടൊക്കെ പഠിക്കുന്നുണ്ട്, വൈകാതെ പുറത്തെടുക്കും. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ? സ്ഥാനാർത്ഥിക്കൊപ്പം. എല്ലാവർക്കും അറിയാം, ഈ പൊതു തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയാണ് കേരളത്തിലെ എറണാകുളം എന്ന മണ്ഡലം. രാജ്യത്ത് തന്നെ 10-ലേറെ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണിത്. UDF കോട്ട കാക്കാൻ ഹൈബി ഈഡൻ തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത്. എന്നാൽ ഇത്തവണ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന അവകാശവാദമാണ് LDF ഉയർത്തുന്നത്. BJPയും 2020 മത്സരിക്കുമ്പോൾ ആരുടെ വോട്ടുകളാണ് ഇവിടെ ഭിന്നിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കൊച്ചി പഴയ കൊച്ചിയല്ല. മെട്രോയും വാട്ടർ മെട്രോയും ഇൻഫോ പാർക്കും ധാരാളം വ്യവസായ സ്ഥാപനങ്ങളുമെല്ലാം അടങ്ങുന്ന ഒരു മഹാനഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ രാഷ്ട്രീയവും വികസനവും ഒരുപോലെ എറണാകുളം മണ്ഡലത്തിൽ ചർച്ചയാകുമ്പോൾ സീൻ മാറുമോ എന്നാണ് നാട്ടുകാർക്കും വോട്ടർമാർക്കും അറിയാനുള്ളത്. മണ്ഡലം പിടിച്ചു നിർത്താൻ ഹൈബി ഈഡൻ കളത്തിലുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജാണ് ഹൈബിയുടെ ആത്മവിശ്വാസം.
കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിയാണ് വോട്ട് അഭ്യർത്ഥന. ഞാൻ എൻ്റെ എല്ലാ പദ്ധതികളിലും എൻ്റേതായ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. കാരണം കൊച്ചി ഡിമാൻഡ് ചെയ്യുന്നത് അതാണ്. പുതിയ തലമുറയായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും ആവശ്യമുണ്ട്. അവർ ചിന്തിക്കുന്ന പോലെ അവരുടെ പദ്ധതികൾ അങ്ങനെയാണ് കപ്പ് ഓഫ് ലൈഫ് ഉരുത്തിരിഞ്ഞത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. പി രാജീവിനെ 1.69 ലക്ഷം വോട്ടിന് ഹൈബി മലർത്തിയടിച്ചെങ്കിലും ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് KJ ഷൈനിലൂടെ ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. അധ്യാപിക, ലത്തീൻ സഭാംഗം, പാർട്ടി കേഡർ എന്നീ കോംബോയിലാണ് പ്രതീക്ഷ. ജനങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് അവരുടെ മുഖം കാണാനും അവരുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കുന്നതിനും അവരെങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും ഉള്ള ഒരു അസുലഭ സന്ദർഭമാണ് ഈ പര്യടനത്തിൽ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ഇപ്രാവശ്യം എറണാകുളം മണ്ഡലം ഒരു ചരിത്ര വിജയം നേടും എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ജയത്തിൽ കുറഞ്ഞതൊന്നും തൃപ്തി തരില്ലെന്ന് പറഞ്ഞാണ് NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ വോട്ട് പിടിക്കുന്നത്. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ BJP വോട്ട് ശതമാനം 8% ഉയർത്തിയത് KS രാധാകൃഷ്ണനാണ്. സ്വന്തം നാട്ടിൽ മത്സരിക്കുമ്പോൾ പഴയ മഹാരാജാസ് കോൺഗ്രസ് ബന്ധങ്ങൾ വോട്ടാകുമെന്നാണ് പ്രതീക്ഷ. മോദിയുടെ ഗ്യാരണ്ടിയും കൂട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി താഴെത്തട്ടിൽ ഞങ്ങൾക്ക് വളരെയേറെ സജീവമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. ജനങ്ങളിൽ നിന്ന് ഉജ്ജ്വലമായ പ്രതികരണമാണ് ഞങ്ങൾക്കുണ്ടാകുന്നത്. അവർ പറയുന്നത് ഇക്കുറി അവരുടെ വോട്ട് മോദിക്കാണ് എന്നാണ്. കിഴക്കമ്പലത്ത് നിന്ന് 2020 നഗരത്തിലേക്കെത്തുന്നു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയാണ് സ്ഥാനാർത്ഥി. നമ്മൾ ആദ്യം മുന്നോട്ട് വെക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിനായിട്ടാണ് 2020 എന്ന പ്രസ്ഥാനം കടന്നു വരുന്നത്. ആ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ, പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുക, അതിലൂടെ നമുക്കൊരു സമഗ്ര വികസനം നമ്മുടെ നാടിന് കൊണ്ടുവരിക എന്നുള്ളതാണ്. കനത്ത ചൂടൊക്കെ ആണെങ്കിലും എറണാകുളത്തെ സ്ഥാനാർത്ഥികളെല്ലാം പൊളി വൈബാണ്. കൃത്യമായി വികസന കാഴ്ചപ്പാടും രാഷ്ട്രീയ ബോധവുമുള്ള ആളുകൾ. മലയാള സിനിമയുടെ സീൻ മഞ്ഞുമൽ ബോയ്സ് മാറ്റിയതുപോലെ എറണാകുളത്തിൻ്റെ സീൻ ആരായിരിക്കും മാറ്റുക? അതാണ് ഇനി അറിയാനുള്ളത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. അതാണ് എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ. എല്ലാ മണ്ഡലങ്ങളിലും എന്ന പോലെ എറണാകുളത്തും വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. അത് സ്ഥാനാർത്ഥികളുടെ പര്യടന വേദികളിലെ ആൾക്കൂട്ടമൊക്കെ അതിന് തെളിവാവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ മുമ്പ് ഒരുപാട് കമന്റുകൾ വരുന്നു. കാരണം ഈ ഇലക്ഷൻ സ്റ്റണ്ട് എവിടെ എന്ന ചോദ്യം കഴിഞ്ഞ ഈ നമ്മുടെ അഭിപ്രായ സർവേ നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ യൂട്യൂബ് കമന്റ്സിൽ കണ്ടിരുന്നു. അവിടെ ന്യൂസ് ഡെസ്കിൽ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് കമന്റുകൾ കണ്ടു. എന്താ സ്റ്റണ്ട് നിർത്തിയോ, ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് വരും എന്നൊക്കെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അന്വേഷിക്കുന്നുണ്ട് ആൾക്കാർ. സ്റ്റണ്ട് മടങ്ങി വന്നിരിക്കുകയാണ് കരുത്തോടെ. അതെ, പിന്നെ ഒരുപാട് സെഗ്മെന്റുകളുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഒരു വിശേഷത്തിലേക്കാണ് ഇനി മാന്യ മഹാജനങ്ങളെ. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ നടക്കുമ്പോഴും തങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് സ്ഥാനാർത്ഥികളിൽ പലരും. ആ ശങ്ക തീർക്കാൻ കൊടിയുടെ വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥികളും അവരുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആലത്തൂർ. പാടൂർ ഉൾപ്പെടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജ്യോത്സ്യർ ജോലി ചെയ്ത് ജീവിക്കുന്ന പ്രദേശം എന്നതുകൂടി ആലത്തൂരിന്റെ പ്രത്യേകതയാണ്. വടക്കഞ്ചേരി മുതൽ ആലത്തൂർ വരെ യാത്ര ചെയ്യുമ്പോൾ 1 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ കുറഞ്ഞത് 2 ജ്യോത്സ്യന്മാരുടെയെങ്കിലും ബോർഡുകൾ കാണാൻ സാധിക്കും. ഇത്രയധികം ജ്യോത്സ്യന്മാരോ എന്ന ആകാംക്ഷയിൽ കാര്യം തിരക്കി ഇറങ്ങിയപ്പോഴാണ് കാണാനായത് 100-ലധികം ബോർഡ് വെച്ചതും അല്ലാത്തതുമായ ജ്യോത്സ്യന്മാരെയാണ്. അവരിൽ ചില പ്രധാനികളോട് സംസാരിച്ചപ്പോഴാണ് ഇലക്ഷൻ കാലം ജ്യോത്സ്യന്മാർക്ക് ആലത്തൂരിൽ വലിയ ഡിമാൻഡുള്ള കാലമാണെന്ന് അറിയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ വരെയുള്ളതായിരിക്കുന്ന സർവ്വകാര്യങ്ങൾക്കും അന്വേഷകരായിട്ട് ഒരു പരിധിവരെ ജ്യോതിഷികളെ സമീപിക്കുന്ന ഒരു 90% രാഷ്ട്രീയ പ്രവർത്തകരുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ
ഒരു അഭിപ്രായവും അനുഭവവുമായിട്ട് ഞാൻ പറയേണ്ടത്. കൊടിയുടെ നിറവ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥികളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമാണ് ജ്യോത്സ്യന്മാരെ പകലും രാത്രിയുമൊക്കെ കാണാനെത്തുന്നത്. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, വിജയമുറപ്പാണോ? തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ഒരു പ്രധാന സ്ഥാനാർത്ഥിയുടെ രക്തബന്ധമുള്ളയാൾ കഴിഞ്ഞ ദിവസം മുണ്ടൂരിലെത്തിയാണ് പ്രധാനപ്പെട്ട ഒരു ജ്യോത്സ്യനെ കണ്ടത്. ഫലം അത്ര നല്ലതായിരുന്നില്ല എന്ന നിരാശയോടെയായിരുന്നു മടക്കം. തിരഞ്ഞെടുപ്പ് ഭാവി മാത്രമല്ല, രാഷ്ട്രീയ ഭാവി തിരക്കി ചില ഭാവി നേതാക്കന്മാരും ആലത്തൂരിലും പരിസരത്തും ഇപ്പോൾ എത്താറുണ്ട്. കോടതിയിലുള്ള ഒരു കേസിന്റെ വിവരം തിരക്കി കേരള രാഷ്ട്രീയത്തിലെ വിപ്ലവ നേതാവും കഴിഞ്ഞ ദിവസം ആലത്തൂരിലെത്തിയിരുന്നു. രാഷ്ട്രീയക്കാരന്റെ ജ്യോതിഷഫലം അനുകൂലമോ പ്രതികൂലമോ എന്നത് വോട്ടർമാരെ ബാധിക്കാറേയില്ല. പക്ഷേ ജനവിധി അനുകൂലമായിട്ടും ജനപ്രതിനിധി അനുകൂലമായില്ല എങ്കിൽ അത് പാവപ്പെട്ട വോട്ടർമാരെ വലിയ തോതിൽ തന്നെ ബാധിക്കും. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം എസ് ശ്യാംകുമാർ, 24 ആലത്തൂർ. ഈ കോടതിയിലുള്ള കേസിന്റെ വിവരം തിരക്കി ആലത്തൂരെത്തിയ വിപ്ലവ നേതാവ് ആരായിരിക്കും? അറിയില്ല. ഒരു ചോദ്യമാണ്. അതെ. അതുപോലെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ രക്തബന്ധമുള്ള ഒരാൾ അവിടെ എത്തി അന്വേഷിച്ചു, പക്ഷേ മോശമാണെന്നാണ് മറുപടി. വിജയകുമാർ എപ്പോഴെങ്കിലും ജ്യോത്സ്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആവശ്യം നമുക്കില്ലല്ലോ അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ആ ആശങ്കകളോടും ആ ശങ്ക തീർക്കാനൊക്കെ ആയി ആൾക്കാർ അവിടെ ആലത്തൂരിലേക്ക് എത്തുന്നു എന്നാണ് നമ്മുടെ ശ്യാംകുമാറിന്റെ കണ്ടെത്തൽ അല്ലേ? അപ്പൊ നോക്കാം എന്താണ് പുതിയ വിശേഷങ്ങളോടൊന്നും വരുന്നത്. യെസ്, അപ്പോ വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. നമ്മൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാണ്? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ജനപ്രിയ സെഗ്മെന്റ് വേരുകൾ. തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച്. ഇന്നും തലസ്ഥാനത്ത് മത്സരിക്കുന്നവരുടെ മുഖ്യ പ്രചാരണ ആയുധമാണ് ഈ വിഷയം. സത്യത്തിൽ നിരവധി തവണ ഹൈക്കോടതി തന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റി ഉത്തരവിട്ട ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൽ. അത്യന്തം നാടകീയമായിരുന്ന ആ സംഭവങ്ങളുടെ നാൾവഴിയിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര. വേരുകൾ. 1952 ഏപ്രിൽ 1 ഹൈക്കോടതി തിരുവനന്തപുരത്തേക്ക് മാറ്റാനും ഒരു ഡിവിഷൻ ബെഞ്ചും ഒരു സിംഗിൾ ബെഞ്ചും എറണാകുളത്ത് നിലനിർത്താനും ശുപാർശ ചെയ്യുന്ന തിരുക്കൊച്ചി ഹൈക്കോടതി ആക്ട് പാസാക്കി. 1952 മെയ് 21 തിരുക്കൊച്ചി ഹൈക്കോടതി ആക്ട് ഭേദഗതി ബിൽ ഹൈക്കോടതി ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തി. 1952 ഒക്ടോബർ 12 ഹൈക്കോടതി വിഭജനം അസാധ്യമെന്ന് ഹൈക്കോടതി അറിയിച്ചതായി മുഖ്യമന്ത്രി AJ ജോൺ തിരുക്കൊച്ചി സഭയെ അറിയിച്ചു. 1953 ഏപ്രിൽ 9 തിരുക്കൊച്ചി ഹൈക്കോടതി വിഭജന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൈലാസ് നാഥ് കഡ്ജു രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഹൈക്കോടതി എറണാകുളത്ത് തുടരുകയും തിരുവനന്തപുരത്ത് ഒരു ഡിവിഷൻ ബെഞ്ച് അനുവദിക്കുകയും ചെയ്യുന്നതാണ് ബിൽ. 1953 ഡിസംബർ 8 ഹൈക്കോടതി ഭേദഗതി ബിൽ ലോക്സഭയും പാസാക്കി. 1954 ജൂലൈ 11 തിരുക്കൊച്ചി സംസ്ഥാനത്ത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർപെടുത്തി. ഇതോടെ ഭരണപരമായ കാര്യങ്ങളിൽ ഹൈക്കോടതിക്ക് പൂർണ്ണാധികാരം. 1956 നവംബർ 5 കേരള ഹൈക്കോടതി എറണാകുളത്ത് പ്രവർത്തനം തുടങ്ങി. 1956 നവംബർ 11 തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വരുന്നതുവരെ കോടതികൾ ബഹിഷ്കരിക്കാൻ അഭിഭാഷകരുടെ തീരുമാനം. 1956 നവംബർ 19 ഹൈക്കോടതി ബെഞ്ച് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ഹർത്താൽ. 1956 നവംബർ 24 തിരുവനന്തപുരത്തെ കോടതികളിലെ ജഡ്ജിമാരെ സമരസമിതി പിക്കറ്റ് ചെയ്തു. 1954 നവംബർ 28 ഗവർണർ ഡോക്ടർ B രാമകൃഷ്ണറാവു ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ സമരം നിർത്താൻ ധാരണ. 1956 ഡിസംബർ 12 ഡിവിഷൻ ബെഞ്ചുകളും ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ചേരാൻ ചീഫ് ജസ്റ്റിസ് KT കോശിയുടെ ഉത്തരവ്. 1956 ഡിസംബർ 19 ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശമനുസരിച്ച് ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് ആദ്യ സിറ്റിംഗ് നടത്തി. 1956 ഡിസംബർ 21 സ്ഥിരം ഡിവിഷൻ ബെഞ്ച് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പറവൂർ TK നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ വീണ്ടും സമരം തുടങ്ങി. 1957 ജനുവരി 3 ഹൈക്കോടതി സമരം അക്രമാസക്തം. തിരുവനന്തപുരത്ത് നിരോധനാജ്ഞ, ലാത്തിചാർജ്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും അനുകൂല തീരുമാനമെടുക്കാത്തതിനാൽ ഹൈക്കോടതി സ്ഥിരം ബെഞ്ച് തിരുവനന്തപുരത്ത് എന്ന ആവശ്യം പിന്നെയൊരിക്കലും നടപ്പായില്ല. ഇലക്ഷൻ ഡെസ്ക് 24.
വിജയകുമാർ, ഒരു ദശാബ്ദങ്ങളായുള്ള ഒരു ആവശ്യം അല്ല, ഒരു കാര്യം എനിക്ക് തോന്നുന്നു സമഗ്രമായ റിപ്പോർട്ടാണ്. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ഒരു റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് എന്ന ആവശ്യം ഉയരുന്നുണ്ട്. അത് വാഗ്ദാനമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നു, അത് നടപ്പാക്കിയില്ല എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അത് പ്രസക്തമായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ആദ്യമാണിത് ഈ സ്വകാര്യ ബില്ലായിട്ട് ഹൈബീഡിനെ അവതരിപ്പിക്കുന്നതൊക്കെ അല്ലേ? എനിക്ക് തോന്നുന്നു അതാണ്. പക്ഷേ അതിൽ എന്താണ്, അതിൽ ഒരു പോളിസി ഡിസിഷൻ ഉണ്ട്, നയപരമായ തീരുമാനം പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. കോടതി ഒരു തീരുമാനം എടുക്കണം, സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകണം, അങ്ങനെ ജുഡീഷ്യറിയും ഗവൺമെന്റും ഒക്കെ ചേർന്നെടുക്കേണ്ട തീരുമാനമാണ്. എന്തായാലും അത് തെരഞ്ഞെടുപ്പ് വിഷയമാണ്, അത് ചർച്ചയാകുന്നുണ്ട് പല മണ്ഡലങ്ങളിലും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വില കൽപ്പിക്കുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, അതെന്താണ്? വോട്ടാണ്. അപ്പൊ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു, വോട്ടിന്റെ വില. കുടിവെള്ളവും ജലക്ഷാമവും എല്ലാം എക്കാലത്തും കർണാടകയിൽ വലിയ ചർച്ചാ വിഷയമാണ്. കാവേരി നദീജല പ്രശ്നം ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വരൾച്ചയും ജലക്ഷാമവുമാണ് കർണാടകയിലെ മുഖ്യ ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഉറപ്പായതോടെ കോൺഗ്രസും BJPയും പരസ്പരം കുറ്റം ചാർത്തലിന്റെ തിരക്കിൽ കൂടിയാണ്. എന്നാൽ ജലക്ഷാമം മൂലം ജീവിതം വഴിമുട്ടിയ കന്നഡ ഗ്രാമങ്ങളിലെ കർഷകർക്കും ചിലത് പറയാനുണ്ട്. ആ കാഴ്ചകളിലേക്കാണ്. വരൾച്ചയും ജലക്ഷാമവും പ്രചാരണായുധമായ കർണാടക തെരഞ്ഞെടുപ്പ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ ഒരടി പിറകോട്ട് പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. വിത്തെറിഞ്ഞാൽ പൊന്നു വിളയുന്ന മണ്ണാണ് കർണാടകം. കാലം അത് പലതവണ തെളിയിച്ചതാണ്. എന്നാൽ ഇത്തവണത്തെ വേനൽ ഇവർക്ക് ദുരിതം മാത്രമാണ് സമ്മാനിച്ചത്. ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു. സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് 15% താഴ്ന്നിരിക്കുന്നു. ജലസേചനം വഴിമുട്ടി. വായ്പയെടുത്ത് കൃഷിയിറക്കിയവർ കടക്കെണിയിലായി. ಏನು ಗೌರ್ಮೆಂಟ್ ಏನು ಮಾಡ್ತದೆ ಸರ್? ಏನು ಮಾಡಲ್ಲ. ಪರಿಹಾರ ಕೊಡ್ತೀವಿ ಅಂದರೂ ಅದು ಇಲ್ಲ, ಏನೇ ಮಾಡ್ತಾ ಇಲ್ಲ. ಒಟ್ಟಲ್ಲಿ ಏನಪ್ಪ ಅಂದ್ರೆ ನಾವೇ ಕಷ್ಟಪಡ್ತಾ ಇದ್ದೀವಿ, ಒಂದಷ್ಟು ಉಳಿಸಿದ್ದೀವಿ ಜೀವನ. ಇನ್ನು ಮುಂದಕ್ಕೆ ಏನಾಯ್ತದೋ ಗೊತ್ತಿಲ್ಲ. ಮಳೆ ಆಗಬೇಕಿತ್ತು, ಆಗಲಿಲ್ಲ. ಸುತ್ತ ಹೋಯ್ತಾ ಇದೆ ಬೇರೆ ಕಡೆ, ಇಲ್ಲ ಆಗಿಲ್ಲ. ಕನ್ನಂಬಾಡಿ ಕಟ್ಟೆಯಿಂದ ರಾತ್ರಿ ಹೋದ ತಮಿಳ್ನಾಡು ನೀರು ಎತ್ಬಿಟ್ರು. ನಮ್ಮ ಅಕ್ಕ ಇದಕ್ಕೆ ನೀರು ನಮ್ಮ ಮಂಡ್ಯ ಜಿಲ್ಲೆಗೆ ನೀರು ಕೊಟ್ಟಿಲ್ಲ. ಇದರದ್ದು MLA MP ಗಳು ಮಾತ್ರ ಅವ್ರಿಗೆ ಎಲೆಕ್ಷನ್ಗೋಸ್ಕರ ಗಿಮಿಗೋಸ್ಕರ ಅವರು ತಮಿಳ್ನಾಡಿಗೆ ನೀರು ಎತ್ಬಿಟ್ರು. ನೈಟು നമുക്ക് കട്ട നീര് നമുക്ക് കൊടുത്തവരോ, നമുക്കത്രേ തോന്നര. സംസ്ഥാനമാകെ ബാധിച്ച കടുത്ത ജലക്ഷാമം പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ എന്ത് ചെയ്തുവെന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴങ്ങി കേൾക്കുന്നുണ്ട്. ಇದೇ ಬೇರೆ ಅದೇ ಬೇರೆ ಏನು ಮಾಡೋಕ್ಕಾಯ್ತದೆ? ಈಗ ಜೋಬಲ್ಲಿ ಇದ್ರೆ ತಾನೇ ಖರ್ಚು ಮಾಡೋದು. ಕೆರೆಯಲ್ಲಿ ಇಲ್ವಲ್ಲ ನೀರು ಕಟ್ಟೆಲಿ, ಹಂಗಾಗಿ ಪ್ರಾಬ್ಲಮ್ಮು. ಒಂದು 10 ವರ್ಷಕ್ಕೆ ಹಿಂಗೆ ಆಯ್ತಾ ಇರ್ತದೆ. ಇದೇನು ಹೊಸ್ತೇನಲ್ಲ. ಒಂದು 7-8 ವರ್ಷಕ್ಕೆ ಒಂದ್ಸಲಿ ಈ ಥರ ವಾಟ್ರು ಮಳೆ ಬೀಳಲ್ಲ. ಮಳೆ ಬೀಳದೇ ಇದ್ದಾಗ ಕಟ್ಟೆ ತುಂಬಲ್ಲ. ಕಟ್ಟೆ ತುಂಬದೇ ಇದ್ರೆ ನೀರು ನಮಗಿಲ್ಲ. ನೀರು ಒಂದು ತೊಟ್ಟು ನೀರಿಲ್ಲ. ಬೋರು ನಿಂತೋಗ್ಬಿಟ್ಟವೆ. ಈಗ 8 ಬೋರು ಇಲ್ಲಿ ಇರೋ ಈ ಬೋಂಡ್ರಲ್ಲಿ 8 ಬೋರು ನಿಂತೋಗವೆ. ಎಲ್ಲ ಶೊಪ ಕಡಿತದೆ. ಕರೆಂಟೂ ನ್ಯಾವ ಕೊಡ್ತಾ ಇಲ್ಲ. ಕರೆಂಟು ಒಂದು ಸ್ವಲ್ಪನೂ ಕೊಟ್ಟರು ಕೊಡ್ದಾರಿಲ್ಲ. ಆಮೇಲೆ ನಾವು ಫೋನ್ ಹಾಕ್ದಾಗ ಬತ್ತದ ನೋಡಿ ಅಂತಾರೆ. ಆಮೇಲೆ ಇದ್ದಾಗ ನೋಡಿದ್ರೆ ಬತ್ತನೇ ಇಲ್ಲ ಅಲ್ಲಿ ನೀರು. ಆ ಥರ ಎಲ್ಲ ಆಗ್ಬಿಟ್ಟೈತೆ. ജലക്ഷാമം രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രചാരണ വേദികളിൽ പരസ്പരം അടിക്കാനുള്ള വടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്ന് BJPയും കേന്ദ്രം വരൾച്ചാ ദുരിതാശ്വാസം നൽകിയില്ലെന്ന് കോൺഗ്രസും ഓടി നടന്ന് പ്രചരിപ്പിക്കുകയാണ്. വേനലും തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കരിഞ്ഞുണങ്ങിയ കർഷകരുടെ വിളനിലങ്ങളായിരിക്കും കർണാടകയുടെ അവശേഷിപ്പ്. കർണാടകയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വരൾച്ചയും ജലക്ഷാമവും ദുരിതം വിതയ്ക്കുകയാണ്. നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്ന് കർഷകർ പറയുന്നു. ജലക്ഷാമം പരിഹരിക്കാൻ സാധിക്കാത്തതിലെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പരസ്പരം ചാരി തലയുരുകയാണ് കോൺഗ്രസും BJPയും. കർണാടകയിലെ മണ്ഡിയിൽ നിന്നും സജിൻ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.
എനിക്ക് തോന്നുന്നു മണ്ടിയിൽ ഇപ്പോൾ അരുൺ നിന്ന സ്ഥലം എനിക്ക് തോന്നുന്നു അതൊക്കെ ആ രീതിയിൽ നിലനിർത്താൻ കർഷകർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം എന്താ, നമ്മുടെ കമന്റ് ബോക്സിൽ നേരത്തെ ചോദിക്കുന്ന ഒരാൾ, അതായത് നമ്മുടെ ഇല്യാസ് PM, ബാംഗ്ലൂരിൽ എന്നാണ് മഴ പെയ്യുക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെയൊക്കെ കുറേ സുഹൃത്തുക്കൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നത് കൊടും ചൂടാണ്, ശുദ്ധജലം നല്ല തെളിവുള്ള അത്തരം വാട്ടർ കിട്ടാനില്ല എന്ന് അവിടെ വാഹനം കഴുകാൻ പാടില്ല, ചെടി നനയ്ക്കാൻ പാടില്ല, അതൊക്കെ ചെയ്താൽ ഫൈൻ അടയ്ക്കേണ്ടി വരും. ആ നിലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കർഷകരുടെ ഒരു പ്രത്യേകത, കർണാടകയിൽ അവർ വലിയ സംഘടിതരാണ്. അവരൊരു തീരുമാനമെടുത്താൽ അത് നടപ്പാക്കും. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇപ്പോൾ കാവേരി നദീജല തർക്കമൊക്കെ ഉണ്ടായ സമയത്ത് കർഷക രോഷം കാരണം അവിടുത്തെ സിനിമാ താരങ്ങളൊക്കെ കർഷകർക്കൊപ്പം ഈ ബന്ദിൽ പങ്കെടുക്കുകയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒരു ബാർഗെയിനിങ് പവർ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെ വിനിയോഗിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട. അവിടെ സർക്കാരും എനിക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഡിസംബർ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ആദ്യമൊക്കെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നടത്തിയ ഒരു പ്രതികരണം, അങ്ങനെയൊരു പ്രശ്നം ബാംഗ്ലൂർ നഗരത്തിലേ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇനി റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മളിനി പോകുന്നത് പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന ആ സംഭവങ്ങളിലേക്കാണ്. മിന്നൽ. തെരഞ്ഞെടുപ്പ് കാലം വാഗ്ദാനങ്ങളും പ്രചാരണ തന്ത്രങ്ങളും കൊണ്ട് എക്കാലവും സമ്പന്നമാണ്. ആർക്കാണത് അറിയാത്തത്? അത്തരത്തിൽ ആന്ധ്രാപ്രദേശിലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രമാണ് ഇപ്പോഴത്തെ വലിയ ചർച്ചാ വിഷയം. അവിടെ മദ്യം പ്രധാന പ്രചാരണ ആയുധമാക്കുകയാണ് തെലുങ്കുദേശം പാർട്ടി. മദ്യത്തിന് വില കുറയ്ക്കുമെന്നും ഗുണനിലവാരമുള്ള മദ്യം ലഭ്യമാക്കുമെന്നാണ് TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രഖ്യാപനം. വെറുതെ ഒരു പ്രതികരണം എന്ന നിലയിൽ മാത്രമല്ല, പഴയതും പുതിയതുമായ വില വിവര പട്ടിക താരതമ്യം ചെയ്താണ് TDPയുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. മദ്യനിരോധനം മുന്നോട്ട് വയ്ക്കുന്ന NDAയുടെ സഖ്യകക്ഷിയാണ് ആന്ധ്രാപ്രദേശിൽ TDP. അവിടെയാണ് മദ്യം പ്രധാന പ്രചാരണമാകുന്നത്. ആന്ധ്രാപ്രദേശിൽ TDP അധികാരത്തിലെത്തിയാൽ ഗുണമേന്മയുള്ള മദ്യം കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് നൽകുമെന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ വാഗ്ദാനം. TDP അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ മദ്യത്തിന് 60 രൂപയായിരുന്നു വില. അതിപ്പോൾ 200 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 140 രൂപ പോകുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ പോക്കറ്റിലേക്കാണ്. ഈ കൊള്ള അവസാനിപ്പിക്കുമെന്നും ചന്ദ്രബാബു നായിഡു പറയുന്നു. NDAയുടെ സഖ്യകക്ഷിയായ ജനസേന പാർട്ടിയും മദ്യനയത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ജഗൻമോഹൻ റെഡ്ഡിയുടെ പോക്കറ്റിലെത്തുന്നത്. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന 75% മദ്യവും 17 കമ്പനികൾ വഴിയാണ്. ഇത് YSR കോൺഗ്രസിന്റെ കീഴിലുള്ള കമ്പനികളാണെന്നും ജനസേന അധ്യക്ഷൻ പവൻ കല്യാൺ പറഞ്ഞു. ജനങ്ങളുടെ ജീവിതം നശിപ്പിച്ച് കോടികൾ സമ്പാദിക്കുകയാണ് സർക്കാരെന്ന് BJP നേതാവ് D പുരന്തേശ്വരിയും പറഞ്ഞു. ഗുണനിലവാരമില്ലാത്ത മദ്യം വിതരണം ചെയ്യുന്നതിനെതിരെ അന്വേഷണം നടത്തണമെന്നും BJP ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. പരസ്യമായി മദ്യത്തിന്റെ വില പറഞ്ഞു പ്രചാരണം അല്ലേ? എനിക്ക് തോന്നുന്നു ആന്ധ്രയിലേക്ക് ഈ പറയുന്ന പോലെ TDP ഇത്തവണ NDAയുടെ ഭാഗമാണ്, അല്ല BJPയുമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. ജനസേന TDP BJP സഖ്യം മത്സരിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് തിരിച്ചുവരവിന്റെ ഒരു അവസാന അവസരം കൂടിയാണ്. ഇല്ലാത്തൊരു നേതാവായിരുന്നു കഴിഞ്ഞ കുറെ കാലമായിട്ട്, പക്ഷേ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സസ്പെൻസ് ആയി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിജയകുമാർ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഒരു ഇടവേളയിലേക്കല്ലേ, അപ്പോൾ വായിക്കാൻ പറ്റിയൊരു കമന്റ് ആണ് ഈ ചന്ദ്രൻ ചിറയിൽ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അദ്ദേഹം പറയുന്നത് വളരെ വിജ്ഞാനപ്രദമായ പരിപാടിയാണ് 24ന്റെ ഇലക്ഷൻ സ്റ്റണ്ട് എന്നൊരു ആംഗിളാണ് പുള്ളി കാണുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നത് കാര്യം ഓർമ്മ വന്നത്. അതെന്നെ ഓർമ്മിപ്പിച്ചു ചന്ദ്രൻ ചിറയിൽ. അപ്പൊ ഇടവേളയല്ലേ, ഇടവേള കഴിഞ്ഞ് എന്തായിരിക്കും? ഇടവേള കഴിഞ്ഞിട്ട് എന്തായിരിക്കും ചില പൊളപ്പൻ സംഭവങ്ങളുണ്ട്. അപ്പൊ പൊളപ്പൻ സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു പൊളപ്പൻ ചോദ്യം ചോദിച്ചാലോ? ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണല്ലോ നമ്മുടെ മെയിൻ EVM. അതെ, വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ആദ്യം EVM ഉപയോഗിച്ചത് എപ്പോഴാണ്, എവിടെയാണ്? ഒരു ചെറിയ ക്ലൂ വേണമെങ്കിൽ കൊടുക്കാം. അതൊരു കേരള കണക്ഷൻ ഉണ്ട്. വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റണ്ട് തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉത്തരം പറയണ്ടേ? അപ്പം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച സ്ഥലം, അത് സംസ്ഥാനം നോക്കുകയാണെങ്കിൽ കേരളമാണ്. അതാണ് കേരള കണക്ഷൻ എന്ന് പറഞ്ഞത്. മണ്ഡലം നോർത്ത് പറവൂർ നിയോജക മണ്ഡലമാണ്. 1982 കാലഘട്ടം. അവിടെ അന്ന് തെരഞ്ഞെടുപ്പിൽ ജനവിധി നേടിയത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന AC ജോസും CPIയിലെ ശ്രീ ശിവൻപിള്ളയുമായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ 50 ബൂത്തുകളിലാണ് ഇത് ഉപയോഗിച്ചത്. ആകെ 84 പോളിംഗ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അതിൽ 50 ഇടങ്ങളിലും EVM ഉപയോഗിച്ചു. അതൊരു ട്രയൽ ബേസിസ് ആയിരുന്നു. അതെ, ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായിരുന്നു. ഈ EVM ഉപയോഗിച്ച ബൂത്തുകളിൽ വളരെ വേഗത്തിൽ വോട്ട് എണ്ണി കഴിഞ്ഞു. അന്ന് എല്ലാ പാർട്ടികളും അതിനെ പിന്തുണച്ചു. പക്ഷേ ഫലം വന്നപ്പോൾ അവിടെ AC ജോസ് പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹം പരാജയപ്പെട്ടു. CPI സ്ഥാനാർത്ഥി ശിവൻപിള്ള ജയിച്ചു.
അപ്പോൾ കോൺഗ്രസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ വിമർശിച്ചു, കുറ്റപ്പെടുത്തി, അതിൽ പാളിച്ചയുണ്ട് എന്നൊക്കെ ആരോപണം ഉന്നയിച്ചു. അത്തരം ആരോപണങ്ങൾ ഈ കാലത്തും അപ്പോൾ അങ്ങനെയാണ് അതിന്റെ ചരിത്രം. പിന്നീട് ഓരോ സംസ്ഥാനങ്ങളിലും മാറി മാറി പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ ഉപയോഗിച്ച് ഈ കുറവുകളും കുറ്റങ്ങളും ഒക്കെ അതൊക്കെ മാറ്റി അതിന്റെ പരിശോധനകളുടെ ട്രയലിങ്ങനെ നടത്തിയാണ് നമ്മൾ ഇന്ന് കാണുന്ന EVM രാജ്യവ്യാപകമായി ഉപയോഗിച്ചത്. അതിന്റെ തുടക്കം കേരളത്തിലായിരുന്നു എന്നുള്ളത് ഒരു ചരിത്രം. 1982 അപ്പോൾ അത് ഉത്തരം ശരിയായി പറഞ്ഞു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറവൂർ നിയോജക മണ്ഡലം ഉത്തരം പറഞ്ഞത് ഫിലിപ്പ് മാത്യു എന്ന പ്രേക്ഷകനാണ്. അപ്പോൾ സൂപ്പർ, അദ്ദേഹത്തിന്റെ പൊതുവിജ്ഞാനം ഗംഭീരമാണ്, നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. അത് പൊളിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്വാദങ്ങളും വാക്പോരുകളുമെല്ലാം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാണ്. കാസർഗോഡ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചൂട് ഇത്തവണ ചർച്ചയാക്കുന്നത് ഒരു കുഴിമന്തി പന്തയമാണ്. കൊള്ളാലോ. രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്ത് മണ്ഡലത്തിലെ ഇടതുപക്ഷ കൂട്ടായ്മകളാണ് കുഴിമന്തി ചലഞ്ചിന് തുടക്കം കുറിച്ചത്. സൈബർ പോരാളികൾക്ക് ചുട്ട മറുപടിയുമായി നിലവിലെ MP-യും കോൺഗ്രസ് സൈബറിടങ്ങളിൽ സജീവമായിട്ടുണ്ട്. അവിടെ അപ്പോൾ ആകെ ഒരു ഹരമാണ്. കാണാം ആ റിപ്പോർട്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കുഴിമന്തിക്കും കുപ്പിക്കുമൊക്കെ എന്ത് കാര്യമെന്നല്ലേ? എന്നാൽ കാസർഗോഡ് അതും പ്രചരണായുധമാണ്. CAA-ക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റിൽ ഉന്നയിച്ച ഒരു ചോദ്യമെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ കുഴിമന്തി തരാമെന്നാണ് CPM സൈബറിടങ്ങളുടെ വാഗ്ദാനം. എന്നാൽ CPM-കാർക്ക് കുഴിമന്തിയല്ല കുപ്പിയാണ് പ്രിയമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും. നമുക്ക് കാണാം ആ വെല്ലുവിളികൾ. ഫ്രീ ആയി കുഴിമന്തി വേണോ? ചെയ്യേണ്ടത് ഇത്രമാത്രം. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പൗരത്വ നിയമ ഭേദഗതിയെ എതിർത്ത് പാർലമെന്റിൽ സംസാരിക്കുന്ന വീഡിയോ കയ്യിൽ വേണം. വീഡിയോയുമായി വരുന്നവർക്ക് കുഴിമന്തി തരാമെന്നാണ് ഇടത് സൈബർ ഇടങ്ങളിലെ വാഗ്ദാനം. കാര്യങ്ങൾ പറയുന്ന സമയത്ത് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഹ്യൂമർ സെൻസ് കൂട്ടിക്കൊണ്ട് പറയുന്ന സമയത്ത് ആൾക്കാരുടെ ഇടയിലേക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം ലഭിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ടുകൊണ്ട് കുഴിമന്തി അടക്കം സമ്മാനമായി നൽകുക എന്നുള്ള രീതിയിൽ നമ്മൾ കാലാകാലങ്ങളായിട്ട് നമുക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നുള്ള ഒരു ആശയം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചാൽ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. ഇതറിഞ്ഞ UDF സൈബറിടങ്ങൾ വെറുതെ ഇരിക്കുമോ? അവരും പണി തുടങ്ങി. പോസ്റ്ററല്ല, ഇത്തവണ വീഡിയോ തന്നെ ഇറക്കി. കുഴിമന്തിയല്ല കേമന്തിയാണെന്നാണ് പരിഹാസം. വെള്ളിയൂർ പഞ്ചായത്തിൽ ഉണ്ണിത്താൻ MP ഒരു കുറ്റി പെൻസിലും കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ കുഴിമന്തി ഫ്രീ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കുഴിമന്തിക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. ആ ലാഡിയുടെ എന്തെല്ലോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആളെ പേജസ് ഒക്കെ എടുത്തിട്ട് നോക്കിയാലോ. ഇതറിഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ മറുപടി ഇങ്ങനെ: ഞാൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്ന ആ ദിവസം പാർലമെന്റിലെ എൻ്റെ നടപടികൾ കൊണ്ടാണ് എന്നെ സസ്പെൻഡ് ചെയ്തത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എത്ര കുഴിമന്തി വേണേലും അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാം വെറുതെ. കുഴിമന്തിയോടൊപ്പം അവർക്ക് ആവശ്യം മദ്യമാണ്. 2 കുപ്പി മദ്യവും ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. മന്തി ചലഞ്ചിന് മറുപടി വന്നതോടെ ഇനി എങ്ങനെ പ്രതിരോധിക്കാമെന്ന ആലോചനയിലാണ് CPIM നവമാധ്യമ കൂട്ടായ്മ. കോൺഗ്രസിന്റെ മറുപടി വന്നതോടുകൂടി കുഴിമന്തി കിട്ടുന്ന കാര്യം ഏകദേശം ഉറപ്പായി. ഇതിപ്പോൾ കേമന്തിയാണോ കുഴിമന്തിയാണോ എന്ന് പറയാൻ ആരെങ്കിലും വേണ്ട എന്നാണ് CPM-ന്റെ ചോദ്യം. എന്തായാലും എനിക്കിവിടെ ഈ കട്ടൻ ചായ മാത്രമേ ഉള്ളൂ. വിജേഷ് അണങ്കൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. കാസർഗോഡ് മൊത്തത്തിൽ നല്ല ഹരമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഈ രീതിയിൽ ചുട്ട മറുപടി അല്ലെങ്കിൽ അത് ഒരു രാജ്മോഹൻ ഉണ്ണിത്താൻ ശൈലിയാണല്ലേ. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കേട്ടോ. ആ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ എവിടെയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താനും സംസാരിച്ചില്ല എന്നൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. ന്യൂനപക്ഷ വോട്ടുകളൊക്കെ നിർണായകമായ ഒരു മണ്ഡലത്തിലാണ് ഈ ആരോപണം ഉയരുന്നത് എന്നുള്ളത് ചെറിയ കാര്യമല്ല. ശരിയാണ്. യെസ്, വെൽക്കം ബാക്ക്. ഇലക്ഷൻ സ്റ്റാൻഡ് അവസാന ലാപ്പിലേക്ക് എത്തുന്നു. അപ്പോൾ രസക്കാഴ്ചയിലേക്ക് നമ്മൾ നേരിട്ട് പോവുകയാണല്ലേ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു രസക്കാഴ്ച അത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരു കാരിക്കേച്ചർ നാടകം എത്തുകയാണ്. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പ്രചാരണത്തിനായാണ് ജനപ്രിയ കഥാപാത്രങ്ങളുടെ കാരിക്കേച്ചറുകൾ അടങ്ങുന്ന നാടകം. പ്രമോദ് പയ്യന്നൂരാണ് ചലച്ചിത്ര കാരിക്കേച്ചറിന്റെ സംവിധായകൻ. കാട്ടുപറമ്പൻ ചേട്ടനും കീലേരി അച്ചുവും ഷാജി പാപ്പനും കുമ്പിടിയും ട്രോളന്മാരുടെ പ്രിയ കഥാപാത്രങ്ങൾ പ്രചാരണത്തിനിറങ്ങുകയാണ്.
ഒപ്പം 6 നാടകപ്രവർത്തകരും പങ്കുചേരും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ് തിരുവനന്തപുരം സാംസ്കാരിക മുന്നണിയുടെ നാടകം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നാടകത്തിന്റെ പരിശീലനം തുടരുകയാണ്. നാടക പരിശീലനം കാണാൻ MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി. ജനദ്രോഹ ഭരണത്തിന്റെ പാപക്കറകൾ, ക്രൂരമായി കൊന്നു തള്ളിയവരുടെ നിലവിളികൾ, മണിപ്പൂരിൽ ചുട്ടരിച്ചു കാണുന്ന എത്ര ജീവനുകൾ, അതിക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയായ സ്ത്രീകൾ, മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിതം ഒരു മുന്നറിയിപ്പാണ്. 25 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകം ഉടൻ വേദികളിലെത്തും. സമകാലികമായ പല വിഷയങ്ങളും നാടകം ചർച്ച ചെയ്യും. ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന എല്ലാ സാംസ്കാരിക പ്രവർത്തകരും ഒത്തൊരുമിച്ചുള്ള ഒരു കലാജാഥയാണിത്. ഈ കലാജാഥയ്ക്ക് മുൻപേ മാനവികതയുടെ പാട്ടുകളുണ്ട്. ആ പാട്ടുകളെ തുടർന്ന് 25 മിനിറ്റോളം ദൈർഘ്യമുള്ള ഫിലിം കാരിക്കേച്ചർ തിയേറ്ററാണ് നമ്മൾ കൊണ്ടുവരുന്നത്. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുന്ന നാടകത്തിൽ ജനപ്രിയ കഥാപാത്രങ്ങൾ തന്നെ സംസാരിക്കും. നർമ്മം ഒട്ടും തന്നെ ചോരാതെ. തിങ്കളാഴ്ച മുതൽ 35 വേദികളിലായി ചലച്ചിത്ര കാരിക്കേച്ചർ അരങ്ങേറും. 24 തിരുവനന്തപുരം. അപ്പോൾ നമ്മൾ ഇലക്ഷൻ സ്റ്റണ്ട് ഇന്നത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.